വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കണം. അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സിപിഐഎം നേതൃത്വത്തിൽ നേര്യമംഗലം ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. ധർണ സിപിഐഎം ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. അടിമാലി, മാങ്കുളം, പള്ളിവാസൽ പഞ്ചായത്തുകളിൽ കാട്ടാനശല്യം രൂക്ഷമായി തുടരുകയാണ്. ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടും നടപടികൾ സ്വീകരിക്കുവാൻ വനം വകുപ്പ് തയ്യാറാകുന്നില്ല. അടിമാലി പഞ്ചായത്തിലെ കാഞ്ഞിരവേലി, കുളമാങ്കുഴി, പഴമ്പള്ളിച്ചാൽ മേഖലകളിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങൾ കൊണ്ട് ഏക്കറുകളോളം കൃഷിയാണ് കാട്ടാനക്കൂട്ടം നശിപ്പിച്ചത്. ആനയെ കണ്ട് ഭയന്നോടി വീണ് പരിക്കേറ്റ ആളുകളും ഇവിടെയുണ്ട്. വഴിയോരങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുവാനും തയ്യാറാകുന്നില്ല. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഒരുക്കുവാൻ വനംവകുപ്പ് തയ്യാറാകണമെന്നും സത്വര നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ഭയാശങ്ക ഒഴിവാക്കണമെന്നും CPIM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ആവശ്യപ്പെട്ടു. വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ പ്രത്യേകമായ നിലപാട് സ്വീകരിച്ച് ആ നിലപാടിന്റെ ഭാഗമായി ഇടുക്കി ജില്ലയിൽ അക്രമകാരികളായ അരിക്കൊമ്പനെയും ഒറ്റക്കൊമ്പനെയും മുറിവാലിനെയെല്ലാം ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റാൻ ആവശ്യമായ നിലപാട് സ്വീകരിക്കാമെന്നാണ് ഇന്ന് ബഹുമാനപ്പെട്ട വനം മന്ത്രി ഈ സമരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിട്ടുള്ളത്. ഈ അക്രമകാരികളായ ആനയെ ജനവാസ കേന്ദ്രങ്ങളിൽ നിന്ന് പിടിച്ചു മാറ്റാൻ തയ്യാറായില്ല എങ്കിൽ വനം വകുപ്പിന്റെ ഉന്നതമായ ഉദ്യോഗസ്ഥന്മാർ വണ്ടിയെ കയറി ഈ ജില്ലയുടെ സ്വൈര്യമായി സഞ്ചരിക്കില്ല എന്ന കാര്യം നിങ്ങൾ പറയുക. നേര്യമംഗലം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് നടന്ന മാർച്ചിൽ നിരവധി ബഹുജനങ്ങളാണ് പങ്കെടുത്തത്. നേര്യമംഗലം ടൗണിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം നേര്യമംഗലം പാലത്തിലൂടെ എത്തി ഫോറസ്റ്റ് ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു. CPIM ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ, പള്ളിവാസൽ പഞ്ചായത്ത് പ്രസിഡന്റ് VG പ്രതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. കൈരളി ന്യൂസ്, ഇടുക്കി.